അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയാ! അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ലല്ലോ. ഓരോ നിമിഷവും നമ്മൾ അതേ ശ്വസിക്കുന്ന വായു ഉൾപ്പെടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും നിയന്ത്രിതാവ് അല്ലാഹുവാണ്. അതെല്ലാം തന്നവനും തരുന്നവനും ആ നാഥനായ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഒരളവ് കോല് കൊണ്ട് വെച്ച് അളക്കാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോ ഒന്ന് സദസ്സിലേക്ക് വരണേ. ഈ ഉറൂസ് മുബാറക്കിൽ പങ്കെടുത്തിട്ട് ഇതിന്റെ ഉദ്ഘാടന ദിവസത്തിലെ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ട് പറയാമല്ലോ, അല്ലാഹുവിന്റെ പേര് ഞാൻ പറഞ്ഞു എന്ന ഒരു ആത്മീയമായ നിർവൃതിയോടുകൂടെ ഈ സദസ്സിൽ നിന്ന് പിരിയാമല്ലോ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിനെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയുക? അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് നമുക്ക് മടങ്ങാതിരിക്കാൻ കഴിയുക? അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വസിച്ച ജനങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? ഇനി എപ്പോഴാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ആരെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? ഏത് കാലഘട്ടത്തെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമായില്ലേ? ആ റബ്ബിന്റെ പേര് പറയുകയാണ്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലെ വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് വെള്ളം തന്നു എന്നത്. കുടിക്കാനുള്ള വെള്ളം എത്ര സുന്ദരമാണ്! ആ ദാഹശമനി എത്ര സുന്ദരമാണ്! ആ വെള്ളത്തിന്റെ മാധുര്യം എത്രയാണ്! വിശന്ന് അതേ ദാഹിച്ച് കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ലഭിച്ചാൽ അപ്പോഴുണ്ടാകുന്ന ആനന്ദം എത്രയാ, സൗഭാഗ്യം എത്രയാ! അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഥനായ റബ്ബേ മലക്കുകളോട് ചോദിച്ചില്ലേ, മലക്കുകളെ, ഒരു ദിവസം അതേ നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്തിന്റെ അധികാരം, ഈ ഭൂമി ലോകത്ത് സർവ്വതിനെയും സൃഷ്ടിക്കാനും പടക്കാനുമുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആദ്യമായി എന്താണ് ചെയ്യുക എന്ന് മലക്കുകളോട് അല്ലാഹു ചോദിച്ച സമയത്ത് മലക്കുകൾ മറുപടി പറഞ്ഞു അത്രേ, അല്ലാഹുവേ, ഞങ്ങൾ ആദ്യമായി ചെയ്യുക യഥേഷ്ടം കുടിക്കാനുള്ള വെള്ളമുണ്ടാക്കുക എന്നതാണ്. യഥേഷ്ടം വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. മാഷാ അല്ലാഹ്, വെള്ളം കൊടുക്കുന്നവർക്കും വെള്ളം വിതരണം ചെയ്യുന്നവർക്കും അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം അത് മലക്കുകൾ മനസ്സിലാക്കിയവരാണ്. അവരതിൻ്റെ പ്രയോക്താക്കളാണല്ലോ, അതവര് കണ്ടവരാണല്ലോ, അതറിഞ്ഞവരാണല്ലോ. അപ്പോഴാണ് അവർക്ക് അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അവബോധമുണ്ടായത്. മുഅ്മിനീങ്ങളെ, ആ വെള്ളം അല്ലാഹു നമുക്ക് യഥേഷ്ടം തന്നില്ലേ? ആ നാഥനായ റബ്ബിനെ എങ്ങനെയാണ് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ പേര് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله،
يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ, കണ്ണുകൾ അടച്ചു പിടിക്കണേ. ഭക്ഷണം കഴിക്കുന്ന കൈയെടുത്തിട്ട് വലത്തെ കൈയെടുത്തിട്ട് ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ ഒന്ന് വെക്കണേ. എല്ലാ ഉപ്പമാരും എല്ലാ ഉമ്മമാരും അല്ലാഹു അല്ലാത്ത വേറൊരു ചിന്തയില്ല.
എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് വെള്ളം തന്ന, വായു തന്ന, എനിക്കെല്ലാ സൗകര്യങ്ങളും തന്ന, അവസാനം ഞാൻ മടങ്ങേണ്ടുന്ന യജമാനനായ കരീമായ റഊഫായ വദൂദായ എൻ്റെ എല്ലാമായ എൻ്റെ യജമാനനായ എൻ്റെ സൃഷ്ടാവായ എൻ്റെ റബ്ബിനെയാണ് ഞാൻ വിളിക്കുന്നത്. ആ വിളി അല്ലാഹു വെറുതെയാക്കൂല. മനസ്സിന്റെ അകത്തളങ്ങളിലെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളുമെല്ലാം തീരുന്ന ഒരു വിളിയാണ് ആ വിളി. ആ വിളിയാണ് ഔലിയാക്കന്മാരുടെ വിളി, സ്വാലിഹീങ്ങളുടെ വിളി. 1,24,000 വരുന്ന അമ്പിയാക്കൾ ലോകത്തേക്ക് വന്നത് ആ മഹത്തായ നാമത്തെ പ്രോജ്വലിപ്പിക്കാനാണ്. ആ റബ്ബിന്റെ ഏകത്വത്തെ ലോകത്തിന്റെ മുന്നിൽ പ്രോജ്വലിപ്പിക്കാനാണ്. ആ നാഥനായ റബ്ബിൻ്റെതാണ് സർവ്വതും. ഈ ഭൂമിയും ഭൂമിയുടെ അപ്പുറവും, അതെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറവും ഉള്ള സർവ്വതും എല്ലാം അല്ലാഹുവിൻ്റെതാണ്. ആ റബ്ബിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് 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 അല്ലാഹ്. اللهم أنت ربي، اللهم أنت ربي، لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. محمد رسول الله صادق الوعد الأمين.